Hi all. Yesterday we had a discussion about bonus share issue out of pre-acquisition profits. So we've done 3 problems on it. I hope the problems are clear to you. I hope the concept is clear to you. So today we are going to talk about bonus share issue out of post-acquisition profits. Okay, so just before starting that, let's have a quick recap of what we've learned yesterday. So we've said that bonus share issue out of pre-acquisition profits, that's not going to impact the consolidated balance sheet in any way. Why? Because when we calculate the share in equity, along with share capital, normally we add only capital profits. But if there is a bonus share issue, along with share capital, we add bonus shares issued. But when there is an increase in the number or the amount of share capital, the capital profit comes down by that amount. Okay, so the share in equity before bonus issue and after bonus issue, it remains the same. ക്ലിയർ ആയില്ലേ? അത് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. കാരണം ഷെയർ ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, അങ്ങനെയാണ് ഷെയർ ഇക്വിറ്റി കാണുക അല്ലേ. പക്ഷേ ഈ കേസിൽ എന്താ സംഭവിക്കുക? ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂഡ് ആഡ് ചെയ്യും. ഓക്കെ, നാച്ചുറലി ആഡ് ചെയ്യും. സോറി, പക്ഷെ അപ്പോൾ അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ ആയിട്ട് അല്ലെങ്കിൽ ബോണസ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് എന്തുമാത്രം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണോ യൂട്ടിലൈസ് ചെയ്തത്, അത് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ലെസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു സ്ഥലത്ത് കൂടി മറ്റൊരു സ്ഥലത്ത് കുറഞ്ഞു. ഫോർ എക്സാമ്പിൾ 40,000 റുപ്പീസ് ആണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഷെയർ ക്യാപിറ്റലിന്റെ കൂടെ 40,000 നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ നേരത്തെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരു 60,000 ഉണ്ടായിരുന്നെങ്കിൽ ഇനി നമ്മൾ എത്ര ആഡ് ചെയ്യുള്ളൂ? 20,000 ആഡ് ചെയ്യുള്ളൂ. അവിടെ നമ്മൾ 40,000 കുറയ്ക്കും. സോ നാച്ചുറലി ബിഫോർ ബോണസ് ഇഷ്യൂ എന്തായിരുന്നോ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ക്യാപിറ്റൽ റിസർവ്, അത് തന്നെയായിരിക്കും ആഫ്റ്റർ ബോണസ് ഇഷ്യൂ ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മളുടെ ക്യാപിറ്റൽ റിസർവ് ഓർ ഗുഡ് വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുക. ഓക്കെ, ബട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ദ കേസ് വെൻ bonus shares are issued out of post-acquisition profits. So before going into the problem, let's try to think about what are the possible outcomes if bonus shares are issued out of post-acquisition profits. Please think about it. When post-acquisition profits are utilized for issuing bonus shares, naturally the revenue profit comes down. Okay, and you all very well know a share of the revenue profits is being depicted in the consolidated balance sheet under the heading surplus account. Okay, surplus account നമ്മൾ എന്തെന്ന് എഴുതുന്നുണ്ട്? ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ ഇൻ ദ സർപ്ലസ് ഓർ ദ റവന്യൂ പ്രോഫിറ്റ് ഓഫ് സബ്സിഡിയറി കമ്പനി. ആ എമൗണ്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് എങ്കിൽ ആ എമൗണ്ട് കുറയുമല്ലോ. ഏത് എമൗണ്ട് കുറയും? ആദ്യം റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കുറയും. അത് കുറയുമ്പോൾ ആരുടെയൊക്കെ ഷെയർ കുറയും? ബോത്ത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഷെയർ വിൽ കം ഡൗൺ ആൻഡ് ആരുടെയും കുറയും? holding company share also will come down. So the first outcome or the first impact is on the revenue profit portion of holding company, which is shown in the consolidated balance sheet, that will come down. So ipo parninte baakiyayittu the minority interest will also come down because the minorities share in the revenue profit is coming down. ഈ കമ്മിങ് ഡൗൺ എന്ന് പറയുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബോണസ് ഇഷ്യൂ. വെൻ വി കമ്പയർ ദ സിറ്റുവേഷൻ ബിഫോർ ബോണസ് ഇഷ്യൂ ആൻഡ് ആഫ്റ്റർ ബോണസ് ഇഷ്യൂ, യു നോ ദാറ്റ് what happens? The revenue profit share of holding company comes down, the revenue profit share of minority comes down, so that naturally reduces the minority interest as well. Okay, ഇനി മൂന്നാമത്തെ ഇമ്പാക്ട് എന്ന് പറയുന്നത് എവിടെയാണ്? The share in equity is getting increased. ഷെയർ ഇൻ ഇക്വിറ്റി കൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഷെയർ ഇൻ ഇക്വിറ്റി കൂടുക? ഷെയർ ഇൻ ഇക്വിറ്റി എന്തുകൊണ്ടാണ് കൂടുക? ബിക്കോസ് അലോങ് വിത്ത് ഷെയർ ക്യാപിറ്റൽ വി ഹാവ് ടു ആഡ് ദ ബോണസ് ഷെയർസ് ഇഷ്യൂഡ്. സോ നാച്ചുറലി ദ ഷെയർ ഇൻ ഇക്വിറ്റി വിൽ ബി മോർ കമ്പയർഡ് ടു ഇഫ് ദർ ഇസ് നോ ബോണസ് ഇഷ്യൂ ഔട്ട് ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഷെയർ ഇൻ ഇക്വിറ്റി കൂടുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എയ്തർ ക്യാപിറ്റൽ റിസർവ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഗുഡ് വിൽ ഓർ കോസ്റ്റ് ഓഫ് കൺട്രോൾ കുറയുന്നുണ്ട്. ഓക്കെ, സോ ഇൻ എ നട്ട്ഷെൽ, when there is bonus share issue out of post-acquisition profits, the share of holding company in the revenue profit comes down, the share of minority shareholders in the revenue profit comes down, the cost of equity is getting increased, not the cost of equity, the share in equity is getting increased, the cost of control is getting reduced, or capital reserve is getting increased. Okay, ഇത്രയൊക്കെയാണ്
നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം കാണുമ്പോൾ വി വിൽ ഹാവ് ബെറ്റർ ക്ലാരിറ്റി ഓൺ the treatment part of it. So I have added a portion of the textbook conceptual explanation. If there is treatment of bonus shares out of post acquisition profit, please read through the paragraph. It tells you the exact same thing that we've discussed. Okay, ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. So let's go through the illustration without wasting much time. So bonus shares from post acquisition profits. H Limited acquired 20,000. അവിടെ പ്രൊപ്പോർഷനും പറഞ്ഞിട്ടുണ്ട് for your easiness 4/5 equity shares of S Limited of rupees 100 each on 31st March 2011. The date of acquisition is 31st March 2011. Liabilities and assets of H Limited and S Limited on 31st March 2012 were as follows. Okay, so 31st March 2011 to 31st March 2012 അല്ലെങ്കിൽ 1st April 2011 to 31st March 2012 is the financial year, and the date of acquisition happened on the first date itself. Okay, so date of acquisition first dateil തന്നെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം whatever profits is earned out of or whatever profits is earned during the year is എന്ത് പ്രോഫിറ്റ് എന്നാ പറയാ is revenue profit അല്ലേ. ഡേറ്റ് ഓഫ് അക്വിസിഷനും ഇനീഷ്യൽ ഇയറും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഫസ്റ്റ് ഡേയിൽ എന്ത് പ്രോഫിറ്റ്സ് ആണ് ഉള്ളത് അത് മാത്രമേ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആവുകയുള്ളൂ. വാട്ട് എവർ ഈസ് ഗെയിൻഡ് ഡ്യൂറിംഗ് ദ ഇയർ ഹാസ് ടു ബി ട്രീറ്റഡ് ആസ് റവന്യൂ പ്രോഫിറ്റ്. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. യു ഹാവ് എ ബാലൻസ് ഷീറ്റ് ഓഫ് ലയബിലിറ്റീസ് ആൻഡ് അസെറ്റ്സ്. 20,000 ഷെയർസ് ഓൾറെഡി പറഞ്ഞിരുന്നു. 20,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 30 lakh. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് 30 lakh, whereas ഷെയർ ഇൻ ഇക്വിറ്റി ഈസ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഈസ് 20 lakh. 20,000 ഷെയർസ് ഓഫ് rupees 100 each എന്ന് പറയുമ്പോൾ 20 lakh. ഓക്കെ, ദെൻ റിസർവ്സും സർപ്ലസും ക്ലോസിംഗ് ഡേറ്റിലുണ്ട് 5 lakh and 15 lakh. S Limited had the credit balance of 5 lakh in the reserves and 2 lakh in the surplus account when H Limited acquired the shares in S Limited. So clearly this 5 lakh reserve and 2 lakh surplus indicates capital profit as it was already existing on the initial date. Then S Limited issued bonus shares of bonus shares at the rate 1 for every 5 shares held out of post acquisition profits. Okay, so two things you have to remember. Bonus share issue is out of post acquisition profit, and the proportion is for every 5 shares 1 share. Okay, for every 5 shares 1 share. And this is not shown in the books that you have to show and prepare a consolidated balance sheet. So first we do this part അല്ലേ, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഫസ്റ്റ് കാൽക്കുലേഷൻ ഈസ് കാൽക്കുലേഷൻ ഓഫ് റവന്യൂ പ്രോഫിറ്റ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കണം. ബൈ നൗ യു മസ്റ്റ് ബി നോവിങ് ആൻഡ് യു മസ്റ്റ് ബി ടെല്ലിങ് മീ ഹൗ യു വിൽ പ്രൊസീഡ് വിത്ത് കാൽക്കുലേഷൻ ഓഫ് റവന്യൂ പ്രോഫിറ്റ്സ്. നമ്മൾ എന്താ ചെയ്യുക? വി നോർമലി ടേക്ക് റിസർവ്സ്. ഞാൻ വളരെ ഷോർട്ടായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ പോരാ. യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് റിയലി വെൽ. ക്ലോസിംഗ് ബാലൻസസ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആസ് ഓൺ 31/3/2012 ഈ തന്നിരിക്കുന്ന 5 lakh plus 10 lakh that is 15 lakh. ഓക്കെ, ലെസ് അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യും? റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓൺ ദ ഇനീഷ്യൽ ഡേറ്റ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓൺ 31/3/2011 ഇതിന്റെ ടോട്ടൽ 5 lakh plus 2 lakh 7 lakh. So 15 lakh minus 7 lakh, 8 lakh is the profit earned during the year. And you know the entire 8 lakh belongs to the post acquisition profit as എന്തുകൊണ്ട് ഒരു 3/9 6/6 ഒക്കെ ആയിരുന്നു പീരീഡ് എങ്കിൽ നമ്മൾ ഈ 8 ലാക്കിനെ by 2 അല്ലെങ്കിൽ into 3/12 into 9/12 എന്നൊക്കെ ചെയ്യും പ്രീയും പോസ്റ്റും കണ്ടുപിടിക്കാൻ. ഇവിടെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. The entire profit earned during the year belongs to post acquisition profit. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ഇഷ്യൂ ചെയ്തിരിക്കുക? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുക അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന ലെസ് പ്രോഫിറ്റ് യൂട്ടിലൈസ്ഡ് ഫോർ ബോണസ് ഷെയർസ് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഒന്നെങ്കിൽ ആദ്യം ബോണസ് ഷെയർ കണ്ടുപിടിക്കാം. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഉള്ളത് 25,000 ഷെയർ ആണ് ആർക്കുള്ളത്? എസ് ലിമിറ്റഡിനുള്ളത്. സോ 25,000 ഡിവൈഡഡ് ബൈ 5 into 1 എന്ന് നമുക്ക് ഒന്നെങ്കിൽ ചെയ്യാം. ഓക്കെ, 25,000 divided by 5 into 1 എന്ന് ചെയ്തിട്ട് അതേ into 100 എന്ന് ചെയ്യാം. പക്ഷെ അതിലും ഈസിയാണ് ഇവർ ഈ ചെയ്തേക്കുന്നത്. അതാണെന്ന് തോന്നുന്നു നമുക്കും ഈസി. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഈസ് 25 lakh അല്ലേ. സോ into 100 ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ എടുക്കാതെ നേരെ ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് തന്നെ എടുക്കാം. സോ 25 lakh divided by 5 into 1. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വേ ആ എമൗണ്ട് അങ്ങ് എഴുതാൻ പറ്റും. ഓക്കെ, സോ ബോണസ് എങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിന്റെ ഷെയർ കണ്ടുപിടിച്ച് into 100 എന്ന് ചെയ്യാം,
അല്ല ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 1/5 ഇൻറ്റു 1/5 എന്ന് പറഞ്ഞാൽ ഫോർ എവറി 5 ഷെയർസ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 5 എത്ര ഷെയർ ആണോ ഇഷ്യൂ ചെയ്തത് അത് വെച്ച് ഇൻറ്റു ചെയ്യുക. ഓക്കെ, സോ യു ഗെറ്റ് 5 lakh. അല്ലെങ്കിൽ എന്തെന്ന് ചെയ്യാം, 5,000 ഇൻറ്റു 100 5 lakh എന്ന് എഴുതാം. സോ ദ റവന്യൂ പ്രോഫിറ്റ് ഓർ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഈസ് 3 lakh. അത്ര ക്ലിയർ അല്ലാന്ന് തോന്നുന്നു അല്ലേ? ജസ്റ്റ് എ മിനിറ്റ്. Sorry. The post acquisition profit is 3 lakh. 3 lakh കിട്ടിയത് എവിടുന്ന? ഓക്കെ, കണ്ടോ ഈ 3 lakh. സോ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇസ് 8 lakh minus 5 lakh 3 lakh. ഇനി ലെസ് എന്നൊന്നും നമ്മൾ എഴുതണ്ട. നമ്മൾ എന്താ ചെയ്യുക, ഈ 3 lakhനെ ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ കണ്ടുപിടിക്കും. നമുക്കിവിടെ തന്നിട്ടുണ്ട് 4/5 എന്ന്. സോ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഈസ് 3 lakh ഇൻറ്റു 4/5. മൈനോറിറ്റി ഷെയർ ഈസ് 3 lakh ഇൻറ്റു 1/5. അപ്പോൾ നമ്മളത് 2,40,000 എന്നും 60,000 എന്നും എഴുതും, ആസ് യു ഡു നോർമലി. ഓക്കെ, ഇനി അടുത്തത് അനാലിസിസ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. സ്ട്രേറ്റ് അവേ നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് റിസർവും സർപ്ലസും ആസ് ഓൺ ദ ഇനീഷ്യൽ ഡേറ്റ് 5 lakh plus 2 lakh 7 lakh നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം, ഈ 7 lakhനെ ഡിവൈഡ് ഇറ്റ് എമംഗ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് മൈനോറിറ്റി. ഈ ലെസ് നോക്കണ്ട. സോ ഹോൾഡിംഗ് കമ്പനി ഷെയർ ഈസ് 7 lakh ഇൻറ്റു 4/5. മൈനോറിറ്റി ഷെയർ 1,40,000 എന്ന് പറയുന്നത് 7 lakh ഇൻറ്റു 1/5. സിമ്പിൾ അല്ലേ? മനസ്സിലായല്ലോ അത്രയും. സോ വി കാൽക്കുലേറ്റഡ് റവന്യൂ പ്രോഫിറ്റ് ആൻഡ് ഇറ്റ്സ് ഡിവിഷൻ, capital profits and its division. Now moving on to cost of control after issue of bonus shares. നമ്മളോട് അതാണ് ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ അത് മാത്രം ചെയ്താൽ മതി. സോ ഇത് നോക്കണ്ട. നമ്മൾ നോർമലി ചെയ്യുന്ന എന്താ, ഷെയർ ഇൻ ഇക്വിറ്റി കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യും, ഷെയർ ക്യാപിറ്റൽ 20,000 ഷെയർസ് ഇൻറ്റു 100 2 lakh ഈ എമൗണ്ട് എഴുതുക. ആഡ് ബോണസ് ഷെയർസ് ഇഷ്യൂഡ്. ബോണസ് ഷെയർസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞ് ഇവർ കാണിച്ചിരിക്കുന്നത് എത്രയാ, ബോണസ് ഷെയർസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞ് 4 lakh. നമുക്കറിയാം ബോണസ് ഷെയർസ് ടോട്ടലി 5 lakh ഉണ്ടായിരുന്നു. പക്ഷെ 5 lakh വി കനോട്ട് ടേക്ക് ഇറ്റ് ഹിയർ ബിക്കോസ് ഔട്ട് ഓഫ് 5 lakh only 4/5 proportion belongs to holding company. Okay, so 5 lakh into 4/5 അതാണ് ഇവിടെ എഴുതേണ്ടത്. എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 4,000 ഷെയർസിനെ അതായത് 20,000ന്റെ 1/5 ആണ് 4,000 എന്ന് പറയുക. അങ്ങനെ ഒന്നും എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് എനിക്കൊന്നും അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങൾ നേരെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇതാണ് 5 lakh ആണ് ടോട്ടൽ ബോണസ് ഷെയർ അല്ലേ? സോ 5 lakh ഇൻറ്റു 4/5 അല്ലെങ്കിൽ 5 lakhന്റെ 80%. അതാണ് ഈ 4 lakh എന്ന് പറയാം. ബാക്കി 20% ആർക്ക് പോവും, അല്ലെങ്കിൽ 1/5 ആർക്ക് പോവും, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പോവും. ഷെയർ ഇൻ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഈ എമൗണ്ട് 5,60,000 അതോടെ ആഡ് ചെയ്യുമ്പോൾ 29,60,000 യു ഗെറ്റ് അസ് ഷെയർ ഇൻ ഇക്വിറ്റി അല്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ലെസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈ 30 lakh ഇവിടെ എഴുതും. ലെസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 30 lakh. സോ നാച്ചുറലി യു വിൽ ഗെറ്റ് എ മൈനസ് ഫിഗർ ഓഫ് 40,000. ഈ മൈനസ് ഫിഗർ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതുകൊണ്ട് ഇനി പറയുന്നില്ല. ഓക്കെ, യു ജസ്റ്റ് ലേൺ ഇറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലാണ് കമ്പ്യൂട്ടേഷൻ എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ എന്തൊക്കെയാണ് വരിക നിങ്ങൾ പറഞ്ഞ്, ഷെയർ ക്യാപിറ്റൽ വരും. ഇവിടെ ബോണസ് ഷെയർ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഷെയർ ക്യാപിറ്റൽ ഓൾറെഡി അറിയാം നമുക്ക് അല്ലെ, 25,000 20,000 ആണ് ഹോൾഡിംഗ് കമ്പനിക്ക്. സോ 5,000 ഇൻറ്റു 100 5 lakh എന്ന് വരും. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ദ പ്രൊപ്പോർഷൻ ഓഫ് ബോണസ് ഷെയർ ഇഷ്യൂ ടോട്ടൽ 5 lakh ഇൻറ്റു 1/5 അല്ലെങ്കിൽ 5 lakh ഇൻറ്റു 20%. അതാണ് ഈ 1 lakh എന്ന് പറയുക. ബോണസ് ഷെയർസ് ടോട്ടൽ ഈസ് 5 lakh, അതിന്റെ 1/5 or 20% 1 lakh. Share in capital profit, share in revenue profit that you already know. So total you will get 8 lakh as minority interest. Is that fine? Okay. Now the surplus account which is to be shown in the balance sheet, that also you know. നമുക്കറിയാം നമ്മൾ ഇവിടെ സർപ്ലസ് എന്ന് പറഞ്ഞെടുക്കുന്ന ആരുടെ ഉള്ളൂ, ഹോൾഡിംഗ് കമ്പനിയുടെ സർപ്ലസ് ആയിട്ടുള്ള 10 lakh നിങ്ങൾ എടുക്കും. Along with it you add this 2,40,000 എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ ഇൻ the revenue profit of the subsidiary company. അതാണ് ഈ 2,40,000. So all together you get 12,40,000 as what? Surplus which is to be shown in the balance sheet. ഇനി ബാക്കിയെല്ലാം അറിയാലോ. ഷെയർ ക്യാപിറ്റൽ നമ്മൾ എഴുതും. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്കറിയാം. ഇപ്പോൾ പലതവണ നമ്മൾ കണ്ടതാണ്, കമ്പ്യൂട്ട് ചെയ്യും. മൈനോറിറ്റി ഇൻട്രസ്റ്റ് 8 lakh എഴുതി വെക്കും. അങ്ങനെ ബാക്കി ഫിക്സ്ഡ് അസറ്റ് ഇവിടെ വേറെ ഒരു ചേഞ്ചും അങ്ങനെ വരുന്നില്ല അല്ലെ, വലിയ തലവേദനകളൊന്നും ഇല്ലാത്ത പ്രോബ്ലം ആണ്. ആകെ ഈ 40,000 rupees നമ്മുടെ ഗുഡ് വില്ല് മാത്രമേ എഴുതാനായിട്ട് ഓർക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റിസർവ്സ് ആൻഡ് സർപ്ലസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. റിസർവ്സ് ആൻഡ് സർപ്ലസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റിസർവ്സ് ആൻഡ് സർപ്ലസ് 30 lakh എന്ന് തന്നിരിക്കുന്ന ഏതാ? 30 lakh
30 lakh is the reserves of, ക്വസ്റ്റിൻ നോക്കിയാൽ അറിയാം, 30 lakh is the reserve of holding company. സർപ്ലസ് 12,40,000 നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ട് ചെയ്തത് ഹോൾഡിംഗ് കമ്പനിയുടെ സർപ്ലസ് പ്ലസ് ഹോൾഡിംഗ് കമ്പനിയുടെ മൈനോറിറ്റി, നോട്ട് മൈനോറിറ്റി, ഹോൾഡിംഗ് കമ്പനിയുടെ റവന്യൂ പ്രോഫിറ്റിലുള്ള ഷെയർ. സോ 12,40,000 ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ പ്രോബ്ലം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. സോ ഇലസ്ട്രേഷൻ ആണ് ഈ പ്രോബ്ലം നിങ്ങൾ ആദ്യം ചെയ്യണം. ക്വസ്റ്റ്യൻ ഇലസ്ട്രേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ എഴുതേണ്ട, ആൻസർ ബുക്കിൽ എഴുതി മനസ്സിലാക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം എക്സ്ട്രാ തരികയാണ്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു എക്സസൈസ് നമ്പർ 10 ആയിരുന്നു, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. സോ ഐ വിൽ ഗിവ് യു ദ പ്രോബ്ലം ആസ് വെൽ ആസ് ഇറ്റ്സ് സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷൻ നിങ്ങൾ നോക്കണം എന്നില്ല എന്ന് ഞാൻ പറഞ്ഞാലും യു വിൽ ലുക്ക് അറ്റ് ദ സൊല്യൂഷൻ, ഐ നോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഹോംവർക്ക് കൂടെ തരും. അങ്ങനെ പറ്റിക്കാൻ നോക്കട്ടെ. So bonus share issue out of post acquisition profit. It is another problem which is very simple, an extra one, so that you can get familiarized with the concepts of, post acquisition bonus share issue. So a very simple problem. You have a balance sheet of assets and liabilities. So you can find reserves and surplus as on the closing date. Very simple amounts, 30,000 and 40,000. Okay, but in the additional information it is given, S Limited had a credit balance of 30,000 in the reserves when H Limited acquired shares in S Limited. Okay, so at the time of acquisition this 30,000 was already there. That means ഈ 30,000 എന്ന് പറയുന്നത് എന്താണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഈ 30 തന്നെയാണ് ഈ 30 കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന 30 മാത്രമേ ഇപ്പോഴും ഉള്ളൂ, പാവങ്ങൾ. Okay, so S Limited decided to make a bonus issue out of post acquisition profits of 2 shares of rupees 10 each, fully paid for every 5 shares held. Okay, സോ മൊത്തം ഷെയർ എന്ന് പറയുന്നത് എത്രയുണ്ട്? 10 lakh ഉണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 10 lakh എന്ന് പറയുമ്പോൾ 10,000 ഷെയർസ് ആണെന്ന് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 5 into 2 into 10 എന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് 10,000 ഷെയർസ് ഡിവൈഡഡ് ബൈ 5 into 2 ആണ് നമുക്ക് ടോട്ടൽ എന്തെന്ന് കിട്ടുക, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്ന് പറയുക അല്ലേ. അതേ ഇൻറ്റു 10 എന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്ട്രേറ്റ് അവേ 1 lakh ഡിവൈഡഡ് ബൈ 5 into 2 എന്ന് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, എനിവേ യു ലൈക്ക്. So calculate the cost of control before and after the bonus share issue. Okay, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് സെക്ഷൻ എയിലും ബിയിലും ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇത് മാത്രം, ഓക്കെ, നോട്ട് ദ എൻറ്റയർ തിങ്. ബാലൻസ് ഷീറ്റ് ഇല്ലാതെ ജസ്റ്റ് കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് കൺട്രോൾ ബിഫോർ ബോണസ് ഇഷ്യൂ, ആഫ്റ്റർ ബോണസ് ഇഷ്യൂ എന്ന് ചോദിക്കും. ഫുൾ മാർക്കും സ്കോർ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് അത്. ഓക്കെ, പിന്നെ ഈ എൻറ്റയർ പ്രോബ്ലം ചോദിക്കാൻ വേണമെങ്കിൽ. സോ നമുക്ക് നോക്കാം ആദ്യം. ഹൗ ഈസ് കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേഷൻ ഡിഫേഴ്സ് വെൻ ദർ ഈസ് ബോണസ് ഇഷ്യൂ ആൻഡ് വെൻ ദർ ഈസ് നോ ബോണസ് ഇഷ്യൂ. ഓക്കെ, ഔട്ട് ഓഫ് പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് കേട്ടോ. പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടു ദർ ഇസ് നോ ചേഞ്ച്, നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. പക്ഷേ പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ദർ ക്യാൻ ബി ചേഞ്ചസ്, ദർ വിൽ ബി ചേഞ്ചസ്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ്, ഇത് നമ്മൾ ആദ്യം നോക്കുന്നത് കോസ്റ്റ് ഓഫ് കൺട്രോൾ ബിഫോർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഇഷ്യൂ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ? സോ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ മാറ്റമില്ലാത്ത കുഞ്ഞുങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, ഷെയർ ക്യാപിറ്റൽ എന്നെഴുതും. ഷെയർ ക്യാപിറ്റൽ 8,000 ഷെയർസ് ഓഫ് rupees 10 each 80,000 എന്ന് എഴുതണം. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ 8,000 ഷെയർസ് ഓഫ് rupees 10 each 80,000. ആഡ്, നോർമലി എന്താ നമ്മൾ ആഡ് ചെയ്യുക, ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓർക്കും ഇതെന്നാ പരിപാടിയാണ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് റവന്യൂ പ്രോഫിറ്റ് ഒന്നും ഡിസ്കസ് ചെയ്തില്ലല്ലോ, ഞങ്ങളെ പറ്റിക്കുവാണോ എന്നൊക്കെ നിങ്ങൾ ഓർക്കും. നിങ്ങളങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ഈ റിസർവ്സ് എന്ന് നമുക്കറിയാം അല്ലേ. ആകെ ഇത്രയേ ഉള്ളൂ. ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ ഉണ്ടായിരുന്നത് ഈ 30,000 മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അർത്ഥം 30,000 ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണെന്നും ഈ 40,000 റവന്യൂ പ്രോഫിറ്റ് ആണെന്നും. കാരണം വേറെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് അസ്യൂം ചെയ്യാം, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ക്ലോസിംഗ് ബാലൻസ് മൈനസ് ഓപ്പണിംഗ് ബാലൻസ് എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് എന്നാൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കളിക്കാം. അപ്പോൾ എങ്ങനെ വരും, 40 + 30 70,000 ആണ് എന്തെന്ന് പറയുക, ക്ലോസിംഗ് ബാലൻസ്. ലെസ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ 30,000 ആണ്. അപ്പോൾ 70 - 30 എന്ന് പറയുമ്പോൾ 40,000 ആണ് അല്ലേ. സോ ആ 40,000 എന്താണ്, പ്രോഫിറ്റ് ഏൺ ഡ്യൂറിങ് ദി ഇയർ എന്ന് പറയാം, അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് എന്നും പറയാം. ഓക്കെ, അങ്ങനെ ചെയ്യാനാണ് നിങ്ങൾക്കൊരു മാനസിക സന്തോഷമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ പക്ഷേ ഇത് വളരെ ക്ലിയർ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. The entire 30,000 is capital, the entire 40,000 is post acquisition. Confusion ഉണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ചെയ്തോളൂ കേട്ടോ. Anyway, you will get 40,000 as revenue profit and 30,000 as capital profit. So ആ 30,000ന്റെ 80% ഇവരുടെ ഫുൾ അങ്ങ് കിട്ടുന്നേ ഉള്ളൂ. 8,000 ഡിവൈഡഡ് ബൈ 10,000 എന്നൊക്കെ പറഞ്ഞാൽ 80% എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. സോ ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ ഷെയർ എത്രയാ? പിന്നെ വേണേൽ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ച് വെക്കാം. നമ്മൾ ആദ്യം ചെയ്യാറുള്ള പോലെ ഇതാണ് ഈസി എങ്കിൽ. ക്യാപിറ്റൽ പ്രോഫിറ്റ് 30,000, അതിന്റെ ഷെയർ എന്ന് പറയുന്നത് 30,000ന്റെ 80%, ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത് 24,000,
മൈനോറിറ്റിയുടെ ഷെയർ എന്ന് പറയുന്നത് 6,000. അങ്ങനെ നമുക്ക് എഴുതിക്കോളൂ കേട്ടോ, ഞാൻ എവിടെയോ അത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ. ഇവിടെ എഴുതിയേക്കുന്ന പോലെ. സോ പ്രീ അക്വിസിഷൻ എന്ന് പറയുന്നത് റിസർവ് ആണ്, അത് 30,000 ആണ്. സോ ഹോൾഡിംഗ് കമ്പനിയുടെ 24,000 ആണ്, മൈനോറിറ്റിയുടെ 6,000 ആണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആദ്യമേ ഒന്ന് എഴുതിക്കോളൂ, എന്നിട്ട് പോവാം. പോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് സർപ്ലസ് ആണ്, 40,000 ആണ്. അതിനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം അതാണ് നമ്മൾ ബോണസ് ഷെയറിന് വേണ്ടി ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഷെയറിങ്ങും ഇല്ല. ഇനി സോ യു ഗെറ്റ് 1,04,000 ആസ് ഷെയർ ഇൻ ഇക്വിറ്റി. നമ്മൾ ചെയ്യുന്നത് ഈ 1,04,000 നേരെ ഷെയർ ഇൻ ഇക്വിറ്റി എന്ന് എഴുതുക. ലെസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 1,40,000, യു ഗെറ്റ് 36,000 ആസ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ് വിൽ. എന്തുകൊണ്ടാണ് 36,000? ബിക്കോസ് ദിസ് ഈസ് മൈനസ് 36,000. ഈ 1,04,000 ഷെയർ ഇൻ ഇക്വിറ്റി ഈസ് ലെസ്. സോ നാച്ചുറലി 36,000 the resultant figure will be goodwill or cost of control. Yeah. Now moving on to cost of control after bonus share issue. bonus share issue ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ വരിക, അല്ലെങ്കിൽ അത് ഡിഫറെൻ്റ് ആവുക? സോ നമ്മൾ ചെയ്യുന്ന ഇത് നോക്കിയാൽ മതി, അവരെന്തെങ്കിലുമൊക്കെ എഴുതിക്കോട്ടെ, നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. സോ വാട്ട് ഈസ് ദിസ് 80,000? ഷെയർ ക്യാപിറ്റൽ 8,000, ഇങ്ങനെ മാത്രം എഴുതിയാൽ പോരാ കേട്ടോ. ഷെയർ ക്യാപിറ്റൽ 8,000 into rupees 10, 80,000. Add what? Add ബോണസ് ഷെയർസ് ഇഷ്യൂഡ്. ബോണസ് ഷെയർസ് ഇഷ്യൂഡ് എത്ര വരും എന്നാണ് നമ്മൾ പറഞ്ഞേ? ബോണസ് ഷെയർ ഇഷ്യൂ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? പല രീതി കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു. 1 lakh ഡിവൈഡഡ് ബൈ 5 into 2. 1 lakh ഡിവൈഡഡ് ബൈ 5 into 2 എന്ന് പറയുമ്പോൾ എത്ര വരും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 1 lakh ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 20,000 വരും. ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 40,000 വരും അല്ലേ? സോ ബോണസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 40,000 ആണ് ബോണസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക. ആ 40,000 ഹോൾഡിംഗ് കമ്പനിയുടെ ആണോ? അല്ല. 80% ഓഫ് ദാറ്റ് 40,000, അതാണ് ഈ 32,000. ഇവിടെ എഴുതിയിട്ടുണ്ട് അവർ വിശദമായിട്ട്. നിങ്ങൾ ഇങ്ങനെ അല്ല എഴുതുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എഴുതുക. So see, for every 5 shares 2 bonus shares are issued. Hence for 8,000 shares 3,200 bonus shares are issued. എങ്ങനെ കിട്ടിയ 8,000 ഷെയർസിന്റെ മാത്രമാണ് ഇവർ പറയുക. 8,000 എന്ന് പറയുന്ന ആരുടെയാണ്? ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രം. അങ്ങനെയൊക്കെ എഴുതാൻ പോയാൽ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും തെറ്റിച്ചില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ തെറ്റിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കലാപരിപാടിക്കൊന്നും പോകണ്ട. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതിയാൽ മതി. അതായത് 1 lakh ആണ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. 1 lakh ഡിവൈഡഡ് ബൈ 5 into 2 എന്ന് പറയുമ്പോൾ ബോണസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ് ഈസ് 40,000. ആ 40,000ന്റെ 80% ആണ് ആർക്ക് വരിക? ഇവിടെ. സോ ബോണസ് ഷെയർ ഇഷ്യൂഡ് എന്ന് പറഞ്ഞ് 1 lakh divided by 5 into 2, 40,000 into 80%, that is this 32,000. Yeah. So you get total 1,12,000. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഈ 24,000 ആഡ് ചെയ്യണം. അത് നമുക്ക് ഓൾറെഡി കിട്ടി. ഈ 24,000 ഷെയർ ഇൻ ക്യാപിറ്റൽ പ്രോഫിറ്റ്. സോ യു ഗെറ്റ് 1,36,000. ഓക്കെ, അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? ഇതാണ് നമ്മുടെ ഷെയർ ഇൻ ഇക്വിറ്റി. ഓക്കെ, 1,36,000 is our share in equity. Less what? Less cost of investment 1,40,000. So you get 4,000 as നാച്ചുറലി മൈനസ് ഫിഗർ ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് കുറവും ഇത് കൂടുതലുമാണ് അല്ലേ? 1,40,000 ആണ് കൂടുതൽ. സോ യു ഗെറ്റ് -4,000 ഇൻഡിക്കേറ്റിംഗ് ഗുഡ് വിൽ. സോ ഒന്ന് നോക്കിക്കേ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. ബോണസ് ഷെയർ ഇഷ്യൂ ഇല്ല എങ്കിൽ 36,000 ആയിരുന്നു കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ് വിൽ. ബോണസ് ഷെയർ ഇഷ്യൂ ഉണ്ടെങ്കിൽ 4,000 ആണ് എന്തെന്ന് പറയുക? ഗുഡ് വിൽ എന്ന് പറയുക. സോ നമ്മൾ പറഞ്ഞ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ വരിക? പറയൂ, എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് വരിക? ഇപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ 40,000 എന്തായിട്ട് കാണിച്ചേനെ? ഈ 40,000 പകുതി, 40,000ന്റെ 80%, 30,000, 32,000 നമ്മൾ എന്തായിട്ട് കാണിക്കും? ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ആയിട്ട് ബാലൻസ് ഷീറ്റിൽ സർപ്ലസ് അക്കൗണ്ടിൽ കാണിക്കും. ബാക്കി 8,000 നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ആഡ് ചെയ്യും. ഇവിടെ അത് സംഭവിക്കുന്നില്ല, രണ്ട് കേസിൽ സംഭവിക്കുന്നില്ല. അതാണ് ഫസ്റ്റ് ചേഞ്ച്. ഇനി നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് കുറയുന്നു. കോസ്റ്റ് ഓഫ് കൺട്രോൾ കുറയുന്നു അല്ലെങ്കിൽ ഷെയർ ഇൻ ഇക്വിറ്റി കൂടുന്നു നമ്മൾ പറഞ്ഞല്ലേ? രണ്ട് കാര്യം പറഞ്ഞു. ആദ്യം പറഞ്ഞു നോക്കാം. ഷെയർ ഇൻ ഇക്വിറ്റി ഇവിടെ 1,04,000 ആയിരുന്നു, അതിവിടെ 1,36,000 ആയി. So if there is bonus share issue out of post acquisition profit, the share in equity is increasing. കണ്ടോ? From 1,04,000 to 1,36,000. എന്ത് കുറയുന്നു? കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ് വിൽ കുറയുന്നു. അതായത് ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ കൂടിയേനെ, ഇവിടെ ക്യാപിറ്റൽ റിസർവ് അല്ല. കോസ്റ്റ് ഓഫ് കൺട്രോൾ 36 ആയിരുന്നത്, അല്ലെങ്കിൽ ഫ്രം 36,000 ദ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ് വിൽ ഹാസ് ഡിക്രീസ് ടു 4,000. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ നേരത്തെയും പറഞ്ഞ എന്തെന്ന് പറയുക, പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂവെങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയാം. ബാക്കി എല്ലാം ഇനി സെയിം ആണ്. കാൽക്കുലേഷൻ ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് യു നോ,
അവർക്കുള്ള ഷെയർ എന്ന് പറയുന്നത് 2000 ആണ്. ഔട്ട് ഓഫ് 10,000 their share is 2000 into 10, that is 20,000 shares. Then മൈനോറിറ്റി ഇൻട്രസ്റ്റിലെ ബാക്കി കമ്പ്യൂട്ടേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ആഡ് ബോണസ് ഷെയർ ഇഷ്യൂ. ഇത് ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറഞ്ഞേ, എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ, 20% ഓഫ് എത്രയെന്നായിരുന്നു നമുക്ക്, 20% ഓഫ് 40,000 നമുക്ക് കിട്ടിയത് 40,000 ആയിരുന്നില്ലേ. ഇത് ബോണസ് ഷെയർ ഇഷ്യൂഡ് എന്ന് പറയുന്നത് 40,000 ആണ്. 40,000ന്റെ 80%, ദാറ്റ് ഈസ് 32,000 നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ കൂടെ ആഡ് ചെയ്തു. 20% ആണ് നമ്മൾ ഇവിടെ എടുക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ എഴുതുന്നത് നല്ലതാണ്. വല്ല എഴുതിയില്ലെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, ഇത് എഴുതിയാലും മതി. യു ജസ്റ്റ് നീഡ് ടു നോ ദ ജസ്റ്റിഫിക്കേഷൻ. സോ ദ ടോട്ടൽ ബോണസ് ഷെയർസ് ഇഷ്യൂഡ് ഈസ് 40,000. 20% ഓഫ് ഇറ്റ് ബിലോങ്സ് ടു മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് 8,000. ആഡ് ഷെയർ ഇൻ റിസർവ്സ്. നമുക്കറിയാലോ ക്യാപിറ്റൽ പ്രോഫിറ്റിലെ ഷെയർ ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ആ പേജിന്റെ ലാസ്റ്റ് ഞാൻ എഴുതി കാണിച്ച 30,000ന്റെ 20%. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. 20%, ദാറ്റ് ഈസ് 6,000. പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് ഇല്ല, കാരണം ദ എൻറ്റയർ പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ബോണസ് ഷെയർ ഇഷ്യൂ. ബാക്കിയെല്ലാം സുന്ദരമാണ്. നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നു, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആഡ് ചെയ്യുന്നു. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഇവിടെ നമ്മുടെ രണ്ടുപേരുടെയും റിസർവ്സ് എടുത്താൽ മതി, കാരണം പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് ഇല്ല. റിസർവ്സ് എന്ന് പറഞ്ഞ് ഈ ഉള്ള എമൗണ്ട് ഏതാണ്, ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ ഇൻ യുവർ ക്വസ്റ്റ്യൻ. സോ റിസർവ്സ് എന്ന് പറഞ്ഞ് ഹോൾഡിംഗ് കമ്പനിയുടെ റിസർവ്സ് ആണ് ഇത് രണ്ടുപേർ. 80,000 എന്ന് പറയുന്നത് റിസർവ് ഓഫ് ഹോൾഡിംഗ് കമ്പനി, 60,000 ഈസ് റിസർവ് ഓഫ് സർപ്ലസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, സബ്സിഡറി കമ്പനിയുടെ പോസ്റ്റ് അക്യൂസിഷന്റെ ഷെയർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്യുന്നില്ല. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞ് ദിസ് ഈസ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ദാറ്റ് വി ഓൾറെഡി ഗോട്ട്. ഓക്കെ, സോ ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ എന്താണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെയ്യുക. Later I will share with you yet another problem on bonus share issue out of post acquisition profit. ഇതൊരൊറ്റ ഫ്ലോയിൽ അങ്ങ് ചെയ്താൽ it will be really easy for you. So I hope the portion is clear. Today we have talked about holding company accounts and bonus share issue out of post acquisition profit. I hope it's very clear. നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. Okay, so thank you so much for listening. See you again. Bye.